പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. നിലവിൽ കോടതിയിലുള്ള ഹർജി പരിഗണിക്കണമോ പുതിയ ഹർജി നൽകണമോ എന്ന കാര്യത്തിൽ സർക്കാർ നിയമവശം പരിശോധിച്ചു തുടങ്ങി. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായിട്ടാണ് പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനത്തെ ഇടതുമുന്നണി കാണുന്നത്. രാഷ്ട്രീയമായി നേരിടുന്നതിനോടൊപ്പം നിയമ പോരാട്ടം ശക്തിപ്പെടുത്താനുമാണ് സർക്കാർ തീരുമാനം. പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയതിനു പിന്നാലെ ആദ്യ പിണറായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കത്തിൽ ഇടപെടാൻ സുപ്രീം കോടതിക്ക് അനുമതി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 131 പ്രകാരമാണ് ഹർജി ഫയൽ ചെയ്തിരുന്നത്. തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 14 നഗ്നമായ ലംഘനമാണ് പൗരത്വ നിയമമെന്നായിരുന്നു സർക്കാരിന്റെ പ്രധാന വാദം. ഈ ഹർജി വീണ്ടും മെൻഷൻ ചെയ്യണമോ അതോ പുതിയ ഹർജി നൽകണമോ എന്ന കാര്യത്തിൽ നിയമവശങ്ങൾ പരിശോധിക്കുകയാണ് സർക്കാർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ കോടതിയെ സമീപിക്കും. മീഡിയ 1 തിരുവനന്തപുരം.